So hey guys, welcome back. നമ്മൾ ഇന്ന് കളിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് റേസ് 3D ആണ് guys. ഓക്കെ, നമ്മുടെ വീടാണ് guys. നിങ്ങൾ വിചാരിക്കും നമ്മുടെ വീട് കണ്ടാൽ നമ്മൾ ഭയങ്കര പണക്കാരൊക്കെയാണ് guys. പക്ഷെ അല്ല, ഫ്രീ ആയി തന്ന നമ്മുടെ കൂട്ടുകാരൻ തന്ന വീടാണ് guys. ഇത് ഓൾ പേപ്പറാണ് guys. നമ്മുടെ കയ്യിലാകെ ഒരു സ്പ്ലെൻഡർ ബൈക്കുള്ളൂ. ഓക്കെ guys, ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകുന്നു. നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ കൂട്ടുകാരൻ തരുമ്പോ ആ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോ, നിങ്ങൾ എടുത്തോളാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഇവന്റെ പേരെന്താണ് ഗൈസ്, എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു ഗ്ലിച്ച് ഉണ്ടല്ലോ, മറ്റേ ഇത് ചാടിക്കേറില്ലേ ടെറസിന്റെ അതേ തന്നെ. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടൊന്ന് പോയേക്കാം. അശ്ശോ, ഇവിടെ കയറിയ പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റുമോ? ചവിട് ചവിട്, നോക്ക് 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 നോക്ക്. ഷടാ, പറ്റുന്നില്ല. പെട്ടാ ഇനി നമ്മ ചാടി കയറി ചാടി കയറി ചാടി കയറി. നമുക്ക് ഇനി അങ്ങോട്ട് ചാടാം. യെസ് ഗൈസ്, നമ്മ ചാടി. ഓക്കെ, അയ്യോ വീണു. അയ്യോ, എനിക്കടാ, വേഗം എനിക്കടാ. അപ്പോ നമ്മുടെ ബൈക്ക് എടുത്തൊന്ന് പോവാം ഗൈസ്. നമുക്കൊരു വണ്ടി വേണം ഗൈസ്. പണിക്കൊക്കെ പോയി പൈസ ഒക്കെ ഉണ്ടാക്കി നമുക്കൊരു വണ്ടി വേണം. ഓക്കെ, നോക്കാം നമുക്ക് വണ്ടി വാങ്ങാൻ. ഗൈസ്, നമ്മുടെ സ്പ്ലെൻഡർ ബൈക്ക് എടുക്കാം. ഗൈസ്, ഇതെന്റെ അച്ഛന്റെ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഒന്ന് ഹെൽമെറ്റ് വെക്കട്ടെ. ഈ അപ്ഡേറ്റിൽ വന്നത് അതിന്റെ താഴെ കണ്ട നമ്മുടെ ഹെൽത്തിന്റെ അവിടെ കേട്ടാ, കിലോമീറ്റർ അതിന്റെ സ്പീഡാണ് ഗൈസ്, അതിന്റെ ഇതൊക്കെ പോണത്. നമുക്കിപ്പോ പോവാം. പോയിട്ട് വരാം. വല്ല വണ്ടി ഷോറൂമിലുണ്ടോ നോക്കിട്ട് വരാം. പിന്നെ ഒരു വീട് അവിടെ സെയിലിന് കൊടുക്കണ്ടത്. നമുക്കൊന്ന് അവിടേക്ക് പോയി നോക്കാം ഗൈസ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം എത്തിയിരുന്നേ. അയ്യോ, ഇടിച്ചു. ആക്സിഡന്റ് ഉണ്ടായോ? വണ്ടിക്കാരാ നമ്മളെ ഇടിക്കോ? ഇറങ്ങി വന്നിട്ട് അല്ല, ഇതൊക്കെ ആയിട്ടേ കുഴപ്പമുണ്ടാവോ ചോദിച്ചോക്കട്ടെ. അയ്യോ, ആളെടുത്ത് പോയില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ വണ്ടി എടുത്തിട്ട് ആൾക്ക് എന്തെങ്കിലും പറ്റുമോന്ന് ചോദിച്ചേക്കാം. വണ്ടിയുടെ ബാക്ക് ഭാഗം ഇവിടെ പൊന്തി പോയി. ഓടിച്ചിണ്ടാവും. നമുക്ക് ചോദിച്ചേക്കാം സ്പ്ലെൻഡറിൽ പോയിട്ട്. സ്പ്ലെൻഡറിൽ കയറിണ്ട്. ആളവിടെ എത്തി. കുഴപ്പമൊന്നുമില്ല ആൾക്ക്. ചേട്ടാ, എന്തെങ്കിലും പറ്റിയ? ആളൊന്നും മിണ്ടാണ്ട് പോവാണല്ലോ. ചേട്ടോ, എന്തെങ്കിലും പറ്റിയ? മിണ്ടല്ലേ കേസ് ആള്. ചേട്ടോ, ഹലോ 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 ഒന്നും പറയണില്ലേ? ഈ വീടാണ് സെയിലുള്ളത്. അതിന്റെ മുകളിൽ പ്ലെയിനൊക്കെ ജെറ്റ് അത് ഇറങ്ങിയാണ്. ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലത്. ഓക്കെ, ഇപ്പൊ വണ്ടി ഇടിക്കുകയും ആള് അതിന്റെ പൈസ ചോദിച്ചു തരാമോ? നോക്കിപ്പോ വീട്ടിൽ പോയി ഇരിക്കാം. വീട്ടിൽ പോയി ഇരിക്കാം.
അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? വീട്ടിലൊന്നിരിക്കാൻ ആളെങ്ങാനും അതിന്റെ പൈസ ഒന്ന് ചോദിച്ചാൽ നമ്മ തീർന്നു പൈസ. അതിന്റെ പൈസ നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല. അതായത് അതിന്റെ ബാക്കിലത്തെ സാധനം ഊരിപ്പോയത്. നല്ല പൈസ ചെലവാക്കേണ്ടി വരും. നോക്കി നോക്കാം. വീടിന്റെ അകത്ത് കയറിയിട്ട് ഉറങ്ങട്ടെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഉറങ്ങാം. ഉറക്കൊക്കെ വന്നിട്ട് വീട്ടില് അച്ഛനും അമ്മയൊന്നുമില്ല. അച്ഛനും അമ്മയും എന്തോ വാങ്ങിക്കാൻ പോയിട്ട്. ഓക്കെ, ഉറങ്ങട്ടെ. ഓക്കെ ഗൈസ്. എന്താ നമുക്കൊരു സ്റ്റാർ വേണ്ടിട്ട് അവര് വന്നേ? പുറത്തിറങ്ങി നോക്കിയില്ല ഗൈസ്. എന്താ നമുക്ക് 1 സ്റ്റാർ വേണ്ടിട്ടില്ല. എന്തെങ്ങനെ ഉറങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും 1 സ്റ്റാർ വേണ്ടിട്ടില്ല. പോലീസൊക്കെ വരുമോ ഗൈസ്? പോലീസൊക്കെ വരുമോ? എനിക്കറിയില്ല. നോക്കിയതാ. പോലീസ് ചിലപ്പോ വരുമായിരിക്കും. നീ നമ്മന്ന് വണ്ടി ഇടിച്ചേ? അത് പോലീസല്ലേ? ആണല്ലോ, അത് പോലീസാ. എന്താ പ്രശ്നം? പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടിയുടെ കേസ് കാരണമാണോ ആയിരിക്കാൻ ചിലപ്പോ സാധ്യതയുണ്ട് കേട്ടോ. പോയേക്ക. ഹെൽമെറ്റ് എടുത്ത് വെച്ചോ. പോലീസ് പിടിക്കുന്നു. അതേ പോലീസ് ഉണ്ട്. അതുകൊണ്ട് ആകുമ്പോ പോലീസ് പിടിക്കും. വേഗം വിടാം. എന്താ കാര്യം ചോദിച്ചിട്ട് വരാം കേട്ടോ. കുറപ്പിച്ചോട്ടോ. ഇടിച്ചു. അച്ഛൻ വരുമ്പോ ചെയ്തേക്കാവോ? ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. എന്നാലും എന്തായിരിക്കും അതന്നെയാണോ? വേഗം പോടാ. എത്താറായിണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷൻ ഇതുണ്ട്. കയറി ചോദിച്ചു നോക്കാം എന്താ പ്രശ്നം. വണ്ടി പാർക്ക് ചെയ്തിടാം. അവിടെ നോക്കേ. ഹെൽമെറ്റ് ഹെൽമെറ്റ് നമുക്ക് വണ്ടിയുടെ അവിടെ ഊരിക്കാം. അയ്യോ, എന്താ ചോദിച്ചേക്കാം. വേണ്ടില്ല. സാറേ എന്താ പ്രശ്നം? അകത്ത് ചോദിച്ചേക്കടാ. സാറേ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ? സോറി സാറേ. നീ പോലീസ് സ്റ്റേഷനായിട്ട് അതിന്റെ മുകളിൽ കൊടുക്കണോ? എന്നാ പിടിച്ചോ. അയ്യോ ഗൈസ്, ഒരു വെടി വെക്കും ഗൈസ്. നമുക്ക് വേഗം രക്ഷപ്പെടാം. അയ്യോ, രക്ഷപ്പെട്. എന്താ കാര്യം എന്ന് വെച്ചപ്പോ അവരൊന്നും പോലീസ് സ്റ്റേഷനിൽ കാണിക്കില്ല. കുറെ ഞാൻ ബാക്ക് എടുക്ക്. ഞാൻ ഒന്ന് എടുക്കണ ഹെൽമെറ്റ് വെക്കാൻ പറ്റിയിരിക്കുന്നത്. വേഗെടുക്ക്. അയ്യോ, ദേവന്മാര് അവിടെ നിൽക്കുന്നുണ്ട്. കൊല്ലാനുള്ള ഇതില്ല അമ്മരിക്കുന്നത്. എടുത്തോ, അവയൊക്കെ എടുത്തോ. പറപ്പിച്ച് വിട്ടോളൂ. ചാവാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ പേടിച്ചിക്കാൻ വലിയ വയസ്സ്. നമ്മുടെ പിസ്റ്റൽ വെച്ച് അടിച്ചിടാം. പിസ്റ്റൽ വെച്ച് അടിച്ചിടാം. മതി വിചാരം ഇതാണ് ഇവിടെ വണ്ടി ഇടാം. അടിക്കാം.
ഒന്നെങ്ങനെ ചത്ത അമ്മാരെന്തോ ട്രാപ്പേഴ്സ് ഉണ്ട് തോന്നുന്നു. നമ്മ വണ്ടിന്ന് ഇറങ്ങി പിന്നെ കേട്ടിട്ട് ഏതവിടെ എത്തി പോലീസ് സ്റ്റേഷൻ. സാറേ ഒന്ന് പുറത്തു വിട്, ഞാൻ അവിടെ കൊടുക്കണോ നീ തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഇയാളൊക്കെ ഇവിടെ അയ്യോ എനിക്കിനി മുകളിൽ കയറിപ്പോ RPG കിട്ടി ഗൈസ്. രക്ഷപ്പെടാൻ നോക്കാം. എനിക്ക് ഇഷ്ടമുണ്ട് RPG എടുക്കാൻ പറ്റില്ല. അതേപോലെ കിട്ടിയാൽ ഇത് കൊല്ലാൻ ഗൈസ് നോക്കി ഞാൻ അയ്യോ കൊല്ലാം ഇടുക്കി തലമ വീട. അയ്യോ എന്താ എനിക്ക് നടന്നു. ഹേയ് ആള് ഇരുന്നപ്പോ ഒരു മുട്ട കയ്യിലായിരുന്നില്ലേ എനിക്ക് തോന്നുന്നത്. പൊട്ടിക്കറാ ഒന്ന് പൊട്ടിക്കറ പൊട്ടിക്കറ ഓടീസ് ആളുടെ മോളിക്കൊക്കെ കയറുന്നു. അതെങ്ങനെ പക്ഷെ ആളങ്ങോട്ട് പോയി ഇതെങ്ങനെ നമുക്കൊന്നും ചെയ്തൊക്കെ പോലീസുകാർ ഉറങ്ങാൻ തോന്നുന്നു ഗൈസ്. അവന്മാരെ വണ്ടിയിലത്തെ ഗൈസ് പോണേ വെടി വെച്ചിട്ട് അവന്മാരെന്തോർക്കാടോ വെടി വെച്ചിട്ട് വരുന്നത് കേൾക്കണ്ട. ആളെ വെടി വെച്ചപ്പോ നമുക്ക് 1 സ്റ്റാർ കണ്ടിട്ടുള്ളേ. നമുക്ക് RPG കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ചത്തു നമുക്ക് 1 സ്റ്റാർ കണ്ടിട്ടുള്ളായി. ഒന്നുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും നോക്കാം. അതാകുമ്പോ പോലീസിനൊന്നും നമ്മളെ പിടിക്കാൻ പറ്റില്ലല്ലോ. കയറാൻ പറ്റുമോ നോക്കറോ, വേഗം നോക്കറോ. പറ്റില്ല ഗൈസ്. എന്തൊരു ഉറക്കാടാ. നീ അങ്ങനെ പുറത്തു വന്നു. അമ്മരെ ഞാൻ അടിച്ചിട്ട് ഗൈസ്. പോലീസ് ഇവിടെ കറങ്ങണം. മനസ്സിലാവാൻ പോയി കൊന്നപ്പോ എവിടെ പോലീസ്